ഹലോ ഉണ്ണികളെ, അപ്പൊ നമ്മളിന്ന് ഹോട്ടലിലെല്ലാം കാണുന്ന പോലത്തെ ഒരു മന്തി ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മളെ മന്തി ഉണ്ടാക്കാൻ വേണ്ടി എന്റെ അടുക്കളയിൽ കയറിയിട്ട് ഇനിയിപ്പോ ഇതേപോലത്തെ പാത്രത്തിൽ നേരെ റൈസ് ഇടുക. ഞാൻ എടുത്തിരിക്കുന്ന സെല്ല റൈസ് ആണ്, 600 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ ഒരു 3-4 വട്ടം എന്തായാലും കഴുകി വെക്കാം. അപ്പോഴേക്ക് ഇത് 30 മിനിറ്റ് നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം. ഈ ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ചിക്കനിലോട്ടുള്ള മസാല ഉണ്ടാക്കാവേ. അതിനുവേണ്ടി ഇതേപോലത്തെ ഒരു പാൻ എടുക്കുക. പാൻ കുറച്ച് ചൂടാകുമ്പോഴേക്കും കുരുമുളകും മല്ലിയും പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ 2-3 പട്ടയിലയും കൂടി ഇട്ടേക്കുക. അതിന്റെ ഒപ്പം തന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കയും കുറച്ച് ജാതിയെല്ലാം നമ്മൾ അതിന്റെ ഒപ്പം തന്നെ ഇടുക. എന്നിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി വിടുക. അതിന്റെ ഒപ്പം തന്നെ ഡ്രൈ ലെമണും കൂടി ഉണ്ടെങ്കിൽ അതും അടിപൊളിയാണ്. അതും കൂടെ ഒരു പാതി ഇട്ടാൽ മതി, ഫുള്ളായിട്ട് ഇടണ്ട. അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കുറച്ച് നേരം ഇളക്കുക. ഇളക്കി കുറച്ച് കഴിയുമ്പോഴേക്ക് ആ കളറും മാറും, ഒരു മണവും വരിക. ആ മണം വരുമ്പോഴേക്ക് നമ്മൾ ഇതൊന്ന് ഓഫ് ചെയ്യണേ. മണവും കളറെല്ലാം മാറിയ ശേഷം നമുക്കിനി അത് അടിച്ചെടുക്കലാണ് പരിപാടി. അപ്പൊ നേരെ മിക്സിയിലോട്ട് നമ്മൾ ഇതെല്ലാം ഇട്ട ശേഷം നമ്മളിത് നേരെ അടിക്കുക. അടിച്ച ശേഷം നല്ല തരി പോലെ ഇരിക്കണേ, പൊടിയായിട്ട്. ഇതേപോലെ മസാല അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ച് നമുക്ക് ചിക്കൻ നോക്കാവേ. ഞാനാകെ 3 പീസ് ചിക്കൻ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോ ഈ ചിക്കനെല്ലാം നന്നായി കഴുകി വേണം ഇങ്ങനെ വെക്കാൻ. ഞാനാണെങ്കിൽ ഒരു ലെഗ് പീസും ബാക്കി 2 ചെസ്റ്റ് പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കോഴിയിലോട്ട് കുത്തു കൊടുക്കലാണ് പരിപാടി. ഇതേപോലത്തെ ഒരു ഫോർക്ക് എടുക്കുക, അങ്ങോട്ട് നന്നായി കുത്തി കൊടുക്കുക. എന്നാലും മസാലയല്ലേ ഉള്ളിലോട്ട് പോകുള്ളേ. അതുകൊണ്ട് നല്ല രീതി എല്ലാ ഗ്യാപ്പിലും ഇതേപോലെ കുത്തി കുത്തി കൊടുക്കണേ. ഇത്തിരി ശക്തിയായിട്ട് കുത്തി കൊടുത്താലേ ഉള്ളിലോട്ടെല്ലാം പോകുള്ളൂ മസാല. അപ്പൊ നിങ്ങൾക്ക് കാണുന്ന ഗ്യാപ്പിലെല്ലാം നല്ല പവറിലെല്ലാം കുത്തി കൊടുത്താൽ നന്നായിട്ട് മസാല കയറി അടിപൊളിയായിട്ടുണ്ടാവും. അപ്പൊ കുത്തി നന്നായി കൊടുക്കുക ഇതേപോലെ. ഇനിയാണ് നമ്മൾ മസാല എല്ലാം മിക്സ് ചെയ്യണേ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല മിക്സ് ഇല്ലേ, അതാണ് ഇടണ്ടേ. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇല്ലേ, അത് പൊടിച്ചതും കൂടി ഇടണം. അതിനുശേഷം പെരുംജീരകവും ഇല്ലേ, അതും പൊടിച്ചത് തന്നെ ഇടണേ. അതിനുശേഷം കുറച്ച് ജീരകവും കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂണെല്ലാം മുളക് പൊടി മതിയേ. പിന്നെ ഏലക്കയും പട്ടയും ഇടണേ. ഇനി കുറച്ച് ടേസ്റ്റിന് വേണ്ടി മാഗി ക്യൂബ് ഇല്ലേ, അതും കൂടി ഇട്ടാവേ. ഒരൊറ്റൊരു പീസ് ഇട്ടാൽ മതിയേ, ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ്. പിന്നെ ഒരു ടിപ്പ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കളർ കിട്ടുക ചിക്കന്. അപ്പൊ വേണ്ടവർ അതും കൂടി ഉപയോഗിക്കുക. ഞാനിപ്പോ സാധാ മുളക് പൊടിയാണ് ഇട്ടിരിക്കണം. എന്തായാലും ചിക്കന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഞാൻ 2-3 ഡ്രോപ്സ് ഓഫ് റെഡ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് റെഡ് കളർ വേണ്ടേ ചിക്കന്, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫുഡ് കളർ ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ റെഡ് എല്ലാം ചേർത്താൽ മതി. ഇനിയിപ്പോ നമ്മുടെ നേരത്തെ ഇട്ടില്ലേ മാഗി ക്യൂബ്, അതങ്ങോട്ട് പൊടിച്ചിടണേ. എന്നാൽ മാത്രമേ ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ കട്ടയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഇല്ലേ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഒരു 5 മിനിറ്റ് എല്ലാം മിക്സ് ചെയ്താൽ മാത്രമേ കറക്റ്റ് മസാലയെല്ലാം ഉള്ളിലോട്ട് പിടിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കണമെന്ന് ഏറ്റവും ബെസ്റ്റ്. ഞാൻ എന്തായാലും ഒരു 2 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. അപ്പോഴാണ് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കുള്ളൂ. അങ്ങനെ 2 മണിക്കൂറല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച സാധനം നമ്മൾ നേരെ എടുത്ത് പാനിലോട്ട് അങ്ങോട്ട് വെക്കണേ. പാനിലോട്ട് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അതിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലല്ലോ ഒഴിക്കണേ. ആദ്യം നമ്മൾ സൺഫ്ലവർ ഒന്നും ഓയിൽ ഒഴിക്കില്ല. നമ്മുടെ ചിക്കൻ എല്ലാം പാനിലോട്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൺഫ്ലവർ ഒഴിക്കണേ. 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത്. അതിനുശേഷം നമ്മൾ കുറച്ച് ബട്ടറെല്ലാം ഇട്ടിട്ടുണ്ട്. ബട്ടറെല്ലാം ഇട്ട് അതിന്റെ ആ മണം കൂടെ വരുമ്പോൾ നല്ലത് ഉണ്ടാവുകയെ, അതിനാണ്. എന്തായാലും ഇപ്പൊ തന്നെ ആ ബട്ടർ ഉരുകുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാവേ. 5 മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിടാൻ വേണ്ടി തുറന്നപ്പോൾ ഉള്ള മണമേ, എന്തായാലും ആ ബട്ടറിന്റെ അതിൻ്റെ എല്ലാം മണം നമ്മുടെ മൂക്കിലോട്ട് അങ്ങോട്ട് തറച്ച് കയറുകയാണ്. എന്തായാലും ഇത് ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിടാം. ആ 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. അപ്പോഴേക്ക് നമുക്ക് ബാക്കി റൈസിന്റെ കാര്യം നമുക്ക് നോക്കാവേ ഈ 5 മിനിറ്റിനുള്ളിൽ. ഇനിയിപ്പോൾ നമുക്ക് റൈസ് വെക്കാവേ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കണേ. ഒരു 5 മിനിറ്റ് ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ പൊള്ളം വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ റൈസ് ഇട്ടാൽ മതിയാവും. അതിനുശേഷം നമ്മൾ റൈസിലോട്ട് കുറച്ച് പട്ടയും ജീരകവും ഏലക്കയും എല്ലാം ഇടണേ. അത് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ആ റൈസിലോട്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഉപ്പാണ്. അത് ആ റൈസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപ്പ് ഇടണേ. ഉപ്പ് കറക്റ്റ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ അത് നമുക്ക് വീണ്ടും പണി കിട്ടും. അപ്പൊ ഉപ്പെല്ലാം നമ്മൾ നോക്കിയും കണ്ടു ഇടണേ. ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് ഉപ്പ് ഇട്ടത്. പിന്നെ ഇതിലോട്ട് ഞാൻ 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ ഈ റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോ ഈ സമയത്ത് നമ്മൾ എവിടെയും പോവാണ്ട് ഈ റൈസിന്റെ അവിടെ തന്നെ നിൽക്കണം. എന്താ വെച്ചാൽ റൈസ് വേവ് കൂടി പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. 100-ൽ നമ്മൾ 80% മാത്രമേ ഇതിലോട്ട് വേവ് ആവിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇനി ചിക്കനിലോട്ട് നമ്മൾ ഈ റൈസ് ഇടണോണ്ട് അത്യാവശ്യത്തിന് മാത്രം വെന്താൽ മതി. വേവ് കൂടിപ്പോയാൽ റൈസ് വന്നാൽ തിക്നെസ് ഇല്ലാണ്ടായി പോവും. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ നിന്ന് വേവെല്ലാം കറക്റ്റ് രീതിയിൽ നോക്കിയ സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യണേ. ഒരു 5 മിനിറ്റ് മാത്രം ഈ വേവിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാവേ. 5 മിനിറ്റ് ആയപ്പോഴേക്ക് വെന്ത് പൊള്ളം എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എടുത്തെല്ലാം നോക്കിയപ്പോൾ റൈസ് ആവശ്യത്തിന് നമ്മൾ 80% വേവായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ വെള്ളം എല്ലാം മാറ്റി ചിക്കനിലോട്ട് നമുക്ക് ഈ റൈസ് വെക്കാം. അങ്ങനെ നമ്മൾ ഗ്യാസിൽ വെച്ച് കുറച്ച് ലോ ഫ്ലെയിം
ഫ്ലെയിമിലിട്ട് ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. മേലെ കുറച്ച് ടോപ്പിങ്ങിന് വേണ്ടി നമ്മൾ മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫില്ല് ചെയ്താൽ മാത്രം മതി റൈസ്. അപ്പൊ റൈസിലെ വെള്ളം മൊത്തം വറ്റിയിട്ട് ശേഷം നമ്മളിത് വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ അടിയിൽ മൊത്തം വെള്ളമായിരിക്കും. അതിനുശേഷം നമ്മൾ മെല്ലെ മെല്ലെ കുറച്ച് റൈസ് എടുത്ത് ഇട്ടാൽ മതി. കുറച്ച് ലെയറിൽ വെച്ചാൽ മാത്രമേ കാണാൻ ഇത്തിരി ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ റൈസിന്റെ മേലെ ഇതേപോലെ പരത്തി കൊടുക്കണേ. പിന്നെ വേണമെങ്കിൽ ഒരു മഞ്ഞ കളർ ഉണ്ടെങ്കിൽ മഞ്ഞ കളർ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞൾ കുറച്ച് കലക്കിയിട്ടിടാം. കുറെ ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞളുടെ ചുവയാൻ കുറച്ച് മഞ്ഞ കളറിന് വേണ്ടി ആ റൈസിൽ വരുന്നതിന് അതും കുറച്ചിടാം. പിന്നെ കുറച്ച് ഫുഡ് കളർ റെഡ് ഉണ്ടെങ്കിൽ അതിട്ടോ, അതും കുറച്ച് ഡെക്കറേഷന് വേണ്ടിയാണ്, അതൊന്നും നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. എന്തായാലും ഞാൻ റെഡ് കളറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ചുറ്റും മൊത്തം പച്ചമുളക് ഒരു 5-6 കുത്തി വെക്കാവേ. ഞാനിവിടെ 5 കുത്തി വെച്ചിട്ടുള്ളൂ. നീളം മുളക് ഉണ്ടെങ്കിൽ അതാ നല്ലത്. ഇവിടെ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം കുത്തി വെച്ചത്. ഇതും കുറച്ച് ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ഈ കുത്തി വെക്കണത്. എന്തായാലും ഇതും കൂടെ കുത്തി വെച്ചാൽ വേറെ ലീഗാവും എന്തായാലും. പിന്നെ കനല്, ഇത് കഴിഞ്ഞിട്ട് കനലും കൂടെ വെക്കണേ. കനലിന് മേലെ കുറച്ച് ബട്ടറും കൂടെ നമ്മൾ ഇടണം. ഞാനൊരു 1 ടേബിൾ സ്പൂണാണ് ബട്ടർ ഇട്ടത്, എന്നാലാണ് കനലിന്റെ ആ പുക നമ്മുടെ അതിലോട്ട് കയറുള്ളൂ. എന്നിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാവേ. എന്നാലാണ് ആ പുകയുടെയും ആ മുളകിന്റെ എല്ലാം ടേസ്റ്റ് അതിലോട്ടൊന്ന് പിടിക്കുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇതിന്റെ സൈഡ് ഡിഷ് ആയിട്ടുള്ള മയണൈസും കച്ചപ്പും ഉണ്ടാക്കാൻ നോക്കാവേ. ആദ്യം തന്നെ നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടാക്കാം. 2 തക്കാളി, പിന്നെ പകുതി ഉള്ളി മതി കേട്ടോ, പകുതി. പിന്നെ 2 പച്ചമുളക്, അതിനുശേഷം വെളുത്തുള്ളി 2-3 പീസ് ഇടുക. മല്ലിയില ഇടുക, അതൊരു 3-4 ഇല ഇട്ടാൽ മതി. അതിനുശേഷം നാരങ്ങ പാതി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അത്യാവശ്യം ഉപ്പ് ഇടുക കേട്ടോ. അത് അത്യാവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി, കൂടുതലാവണ്ട, അപ്പൊ ടേസ്റ്റ് മാറും. അപ്പൊ അത് കഴിഞ്ഞ ശേഷം അരിച്ചെടുത്ത സംഭവം ഇങ്ങനെയുണ്ട്. മേലെ ഒരു ഡിസൈനിന് വേണ്ടി ഞാൻ മല്ലിയില വെച്ചാണ്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് മയണൈസ് ഉണ്ടാക്കാം. ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി ഇടുക. അതിനുശേഷം ഞാനിവിടെ നാടൻ മുട്ട ഉപയോഗിക്കണം. നാടൻ മുട്ട ഉപയോഗിക്കാൻ പാടില്ല, മുട്ടയില്ല, അതാണ് ഉപയോഗിക്കേണ്ടത്. നാടൻ മുട്ട കഴിച്ചാൽ നമ്മുടെ ആ മയണൈസ് ഒരു മഞ്ഞ കളറായി തന്നെ ഇരിക്കും. എന്തായാലും ഞാനിവിടെ 2 നാടൻ മുട്ട ഉപയോഗിച്ചത്. മറ്റേ മുട്ടയാണെങ്കിൽ മയണൈസ് ഇത്തിരി വെളുത്ത കളറായിരിക്കുള്ളൂ. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര മാത്രം ഇട്ടാൽ മതി. കുറച്ച് കൂടുതലായി പോകാൻ പാടില്ല. കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ രണ്ടും ഒരളവിന്. പിന്നെ വിനാഗിരി ബോട്ടിലിൽ 2 അടപ്പ് മാത്രമേ ഞാൻ ഒഴിച്ചുള്ളൂ, അല്ലെങ്കിൽ 2 ടീസ്പൂൺ ആണെങ്കിലും ഒഴിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ആ തിക്നെസ്സിനനുസരിച്ച് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ആ തിക്നെസ് നമുക്ക് കിട്ടുള്ളൂ. ലാസ്റ്റ് മിക്സിയിലെല്ലാം അടിച്ച ശേഷം നമുക്ക് ഇതേ തിക്നെസ്സിൽ കിട്ടണേ, എന്നാലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ മയണൈസിന്റെ. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് വെച്ചാൽ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ആ മണം അങ്ങോട്ട് പറയാൻ പറ്റണല്ലോ റൈസ്. എന്തായാലും അതിന്റെ മേലെ കൂടെ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഇട്ട് എന്തായാലും റൈസ് അങ്ങോട്ട് മിക്സ് ചെയ്യണം, എന്നാലാണ് എല്ലാവിടെയും ഈ കളറെല്ലാം കിട്ടുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സ്റ്റൗവിൽ വെച്ച് തന്നെ, എന്നാലാണ് ആ കളറും റൈസും അടിയിലും എല്ലാം ഇളകി ഒന്ന് പിടിക്കുള്ളൂ. ഇനി ഇത് നമുക്ക് വേറൊരു പാനിലോട്ട് മാറ്റാം. കാരണം എന്താ വെച്ചാൽ അടിയിൽ നമ്മുടെ ചിക്കൻ ഇല്ലേ, അതെടുക്കണ്ടേ, അതിനുവേണ്ടി നമ്മൾ വേറൊരു പാനിലോട്ട് ആക്കണത്. എന്തായാലും ചിക്കൻ എല്ലാം അടിപൊളിയായിട്ട് നന്നായി മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് നമ്മുടെ മന്തിയിലോട്ടും. അപ്പൊ ഇനി ഈ ചിക്കൻ എല്ലാം നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് സെപ്പറേറ്റ് ആക്കാം. റൈസും ചിക്കനും നമുക്ക് സെപ്പറേറ്റ് ആക്കണം. എന്തായാലും ആ ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആ മസാല എല്ലാം ചിക്കൻ്റെ ഉള്ളിലോട്ടെല്ലാം പിടിച്ച് നന്നായിട്ടുണ്ടെന്ന്. റൈസിലോട്ടും ആ മസാല എല്ലാം ഏകദേശം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നല്ല പാത്രത്തിൽ സെർവ് ചെയ്താൽ മാത്രം മതി. എന്തായാലും ചിക്കൻ എല്ലാം അടിപൊളിയായിട്ട് വെന്ത് അതായിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അങ്ങനെ ഇത് നല്ല രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല പാത്രത്തിൽ. നമ്മുടെ മയണൈസും കെച്ചപ്പും ആ റൈസിന്റെ ആ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. റെഡും യെല്ലോ കളറെല്ലാം മിക്സ് ആയത്. പിന്നെ ചിക്കനും പറയണ്ട, കഴിച്ചു നോക്കിയിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പൊ എല്ലാവരും ഇത് മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്യണേ. അപ്പൊ കഴിച്ച് ഇത് എങ്ങനെയാ കഴിക്കാന്ന് വെച്ചാൽ ഒരു നല്ലൊരു പീസ് എടുക്കുക ചിക്കൻ്റെ. അങ്ങനെ എടുത്തിട്ട് ആ മയണൈസിൽ അങ്ങോട്ട് മുക്കുക. എന്നിട്ട് ഇങ്ങനെ ചോറും കൂടി ഇങ്ങനെ ഇട്ട് ഇളക്കി കുറച്ച് ഉരുളയാക്കും. എന്നിട്ട് അങ്ങോട്ട് വായി വെക്കുമ്പോൾ തൊടുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. കടയിൽ പോയി കഴിച്ച ഈ ഫീൽ കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും നിന്ന് തന്നെ വീട്ടിൽ പോയി ഉണ്ടാക്കുക, കഴിക്കുക. എന്തായാലും മസാലയും എല്ലാം കറക്റ്റ് ആയിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും അപ്പൊ എല്ലാവരും വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.